നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 234 അംഗ തമിഴ്നാട് നിയമസഭയിൽ 108 സീറ്റുകൾ നേടി തന്റെ ബ്ലോക്ക് ബസ്റ്റർ രാഷ്ട്രീയ അരങ്ങേറ്റത്തിന് ഒരു ദിവസത്തിന് ശേഷം ടി.വി.കെ മേധാവി വിജയ് മന്ത്രിസഭാ രൂപീകരണത്തിന് അന്തിമ രൂപം നൽകുന്നതിനായി ചെന്നൈയിലെ പട്ടിനാഭാഗത്തെ തന്റെ വസതിയിൽ തന്റെ എം.എൽ.എമാരെ കണ്ടുമുട്ടുന്നു. ചരിത്രപരമായ ഒരു അട്ടിമറിയിൽ പാർട്ടി മേധാവിയും മുഖ്യമന്ത്രിയുമായ എം.കെ. സ്റ്റാലിനെ കൊളത്തൂർ സീറ്റ് നഷ്ടപ്പെട്ടതോടെ ടി.വി.കെ ഡി.എം.കെക്ക് ഞെട്ടിപ്പിക്കുന്ന തോൽവി സമ്മാനിച്ചു. 47 സീറ്റുകൾ നേടി എ.ഐ.എ.ഡി.എം.കെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 6 പതിറ്റാണ്ടിനിടയിൽ തമിഴ്നാട്ടിലെ വേരൂന്നിയ ദ്രാവിഡ രാഷ്ട്രീയം നിർണായകമായി തകർക്കപ്പെടുന്ന ആദ്യ സംഭവമായിരുന്നു ടി.വി.കെയുടെ വിജയം. മെയ് 7 വിജയ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും അദ്ദേഹത്തോടൊപ്പം 9 ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് 10 സീറ്റുകളുടെ കുറവ് പാർട്ടിക്ക് ഉണ്ടായതിനാൽ സാധ്യതയുള്ള സഖ്യങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. സഖ്യ സർക്കാർ രൂപീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും വൃത്തങ്ങൾ അറിയിച്ചു. കോൺഗ്രസും നിരവധി ചെറു പാർട്ടികളും ടി.വി.കെയുമായി കൈകോർത്ത് സർക്കാർ രൂപീകരിക്കാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവം. സഖ്യകക്ഷികൾക്കുള്ള അംഗസംഖ്യ ഉറപ്പാക്കുന്നതിനായി കോൺഗ്രസ്, ഇടതുപക്ഷ പാർട്ടികൾ, വിടുതലൈ ചിരുതൈനകൾ കക്ഷി, CPI, CPM, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നിവയുൾപ്പെടെയുള്ള മറ്റ് ചെറിയ പ്രാദേശിക സംഘടനകളുമായും നടനും രാഷ്ട്രീയക്കാരനുമായ അദ്ദേഹം ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു. ഈ പാർട്ടികളിലേക്കുള്ള ക്ഷണങ്ങൾ ഉടൻ അയക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ശ്രദ്ധേയമായി കോൺഗ്രസ്, VCK, CPI, CPM, IUML എന്നിവ നിലവിൽ DMK നേതൃത്വത്തിലുള്ള സെക്യുലർ പ്രോഗ്രസീവ് അലയൻസിന്റെ ഭാഗമാണ്. ഏപ്രിൽ 23 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 5 സീറ്റുകൾ നേടി. 234 അംഗ നിയമസഭയിൽ IUML, CPI, CPM, VCK എന്നിവ 2 സീറ്റുകൾ വീതം നേടി. കോൺഗ്രസും സഖ്യകക്ഷികളും ടി.വി.കെയുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ചാൽ വിജയുടെ പാർട്ടിക്ക് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും. എന്നിരുന്നാലും വിജയ് നയിക്കുന്ന ഒരു സഖ്യത്തിൽ ചേരാൻ VCKയും ഇടതുപക്ഷ പാർട്ടികളും പിരിഞ്ഞു പോകില്ലെന്നും DMK ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കോൺഗ്രസിന്റെ നിലപാടിനെ കുറിച്ച് പാർട്ടി വ്യക്തമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് കോൺഗ്രസ് തങ്ങളുടെ ഓപ്ഷനുകൾ പരിശോധിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് DMKയുടെ ജാഗ്രതയോടുള്ള പ്രതികരണം. തമിഴ്നാടിന്റെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള പരിഗണനാപരവും കൂട്ടായതുമായ തീരുമാനവും പാർട്ടി എടുക്കുമെന്നും കോൺഗ്രസ് MP ശശികാന്ത് സെന്തിൽ പറഞ്ഞു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ്. DMKയുടെ വോട്ടുകൾ നേടി വിജയിച്ച കോൺഗ്രസ് ദശകങ്ങൾ നീണ്ട ബന്ധം ഉപേക്ഷിച്ച് നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകത്തിന് സർക്കാർ ഉണ്ടാക്കാൻ പിന്തുണ നൽകാൻ തയ്യാറെടുക്കുന്നു. എന്നാൽ വെറുതെയല്ല ഈ പിന്തുണ. വിജയ്ക്ക് മുന്നിൽ കടുത്ത നിബന്ധനകളാണ് കോൺഗ്രസ് വെച്ചിരിക്കുന്നത്. ഇതോടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സ്റ്റാലിനും വിജയും തമ്മിലുള്ള പോര് പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. ടി.വി.കെയെ പിന്തുണയ്ക്കാൻ തയ്യാറാണെങ്കിലും BJPയുമായി യാതൊരു ബന്ധവും പാടില്ലെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന ഉപാധി. സർക്കാർ ഉണ്ടാക്കാൻ BJPയുടെയോ NDA സഖ്യകക്ഷികളുടെയോ പിന്തുണ തേടരുത്. പൂർണ്ണമായും മതനിരപേക്ഷ ചേരിയിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ മാത്രമേ വിജയ്ക്കൊപ്പം കൈകോർക്കൂ എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാന കോൺഗ്രസിനെ ചുമതലപ്പെടുത്തി. രാഷ്ട്രീയകാര്യ സമിതിയിലാണ് വിജയിന് പിന്തുണ നൽകാൻ തീരുമാനമായത്. ഹൈക്കമാൻഡിന് ഈ റിപ്പോർട്ട് നൽകും. BJP പിന്തുണ തേടരുത്, NDA സഖ്യകക്ഷികളുടെ പിന്തുണ തേടരുത് എന്നീ ഉപാധികളാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുക. അതേസമയം ഗവർണർക്ക് വിജയ് പുതിയ കത്ത് നൽകിയിട്ടുണ്ട്. നാളെ രാവിലെ 11:30 സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് അഭ്യർത്ഥന. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK, AIADMK സഖ്യങ്ങളുടെ കുത്തക തകർത്ത് വൻ വിജയം നേടിയതിന് പിന്നാലെ തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കാൻ ടി.വി.കെ അധ്യക്ഷൻ വിജയ് കോൺഗ്രസ് പിന്തുണ തേടിയിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. തമിഴ്നാട് രാഷ്ട്രീയത്തെ അമ്പരിപ്പിച്ച വിജയമാണ് വിജയുടേതെന്നും വേണുഗോപാൽ പറഞ്ഞിരുന്നു. വിഷയത്തിൽ തീരുമാനമെടുക്കാൻ തമിഴ്നാട്ടിലെ കോൺഗ്രസ് ഘടകം ഇന്ന് യോഗം ചേർന്നിരുന്നു. BJP ഭരണത്തിന് അവസരം നൽകില്ലെന്നും മതേതര സർക്കാരാണ് ജനവിധി ലഭിച്ചതെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. ടി.വി.കെയെ പിന്തുണയ്ക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിന് താൽപ്പര്യമെന്നും ഇക്കാര്യത്തിൽ സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ സംസ്ഥാന ഘടകത്തിന് അധികാരം നൽകിയിട്ടുണ്ടെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. മറ്റു ചില പാർട്ടികളും പുതിയ സർക്കാരിന്റെ ഭാഗമായേക്കുമെന്നാണ് റിപ്പോർട്ട്.
എന്നാൽ ഇവരെ സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. വിജയ് മെയ് 7-ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. 234 അംഗ തമിഴ്നാട് നിയമസഭയിൽ 108 സീറ്റുകൾ നേടി രാഷ്ട്രീയ അരങ്ങേറ്റത്തിന് പിന്നാലെയാണ് TVK മേധാവി വിജയ് മന്ത്രിസഭാ രൂപീകരണത്തിന് അന്തിമ രൂപം നൽകുന്നതിനായി ചെന്നൈയിലെ പട്ടിനാമ്പാക്കത്തെ വസതിയിൽ MLA-മാരുടെ യോഗം ചേർന്നത്. 6 പതിറ്റാണ്ടിനിടയിൽ തമിഴ്നാട്ടിലെ വേരൂന്നിയ ദ്രാവിഡ പാർട്ടികളുടെ ആധിപത്യം തകർക്കപ്പെടുന്ന ആദ്യ സംഭവമായിരുന്നു TVKയുടെ വിജയം. മെയ് 7-ന് വിജയ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും അദ്ദേഹത്തിനോടൊപ്പം 9 ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകത്തിന് കോൺഗ്രസ് പിന്തുണ നൽകുമെന്ന വാർത്തകൾക്കിടെ സഖ്യകക്ഷിയായ DMK പരസ്യമായി രംഗത്തെത്തി. കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും DMK വക്താവ് ശരവണൻ അണ്ണാദുരൈ ആരോപിച്ചു. DMKയുമായി സഖ്യമുള്ളതിനാലാണ് ഇത്തവണ കോൺഗ്രസിന് 5 സീറ്റുകളെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞതെന്നും ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നുവെങ്കിൽ സംഭൂഷിരാകുമായിരുന്നുവെന്നും ശരവണൻ തുറന്നടിച്ചു. വിജയുടെ പാർട്ടിക്ക് BJPയുമായി രഹസ്യബന്ധമുണ്ടെന്ന് ആരോപിച്ച അദ്ദേഹം BJPയെയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയോ വിമർശിക്കാൻ വിജയ് ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ തന്നെ പിന്തുണ ജനങ്ങൾ അറിയിച്ച ജനങ്ങളെക്കാൾ ഉപരിയായി പ്രധാനമന്ത്രി മോദിക്കാണ് വിജയ് നന്ദി രേഖപ്പെടുത്തിയത്. ഇങ്ങനെ ഒരാളെ രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. 234 അംഗ നിയമസഭയിൽ 108 സീറ്റുകൾ നേടിയ TVKയ്ക്ക് ഭൂരിപക്ഷത്തിന് വെറും 11 സീറ്റുകളുടെ കുറവ് മാത്രമാണുള്ളത്. പുറത്തുനിന്നുള്ള പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കാൻ വിജയ് ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അധികാര വികേന്ദ്രീകരണത്തെ ചൊല്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസും DMKയും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. ഇപ്പോൾ വീഴ്ചയുടെ സഖ്യവാഗ്ദാനങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയതാണ് DMKയെ ചൊടിപ്പിച്ചത്. പതിറ്റാണ്ടുകൾ നീണ്ട DMK കോൺഗ്രസ് ബന്ധം ഇതോടെ അവസാനിക്കുമോ എന്ന ചോദ്യത്തിന് അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണെന്നായിരുന്നു ശരവണന്റെ മറുപടി. തമിഴക രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു മാറ്റത്തിന്റെ സൂചനയാണ് ഈ വാക്പോര് നൽകുന്നത്. 234 അംഗ തമിഴ്നാട് നിയമസഭയിൽ 118 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. കോൺഗ്രസിന്റെ പിന്തുണയ്ക്ക് കൊണ്ട് മാത്രം വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാനാവില്ല. DMK സഖ്യത്തിൽ മത്സരിച്ച CPM, CPI, മുസ്ലിം ലീഗ്, VCK, DMDK കക്ഷികൾക്കും 2 സീറ്റ് വീതം വേണം. ഇവരുടെ പിന്തുണ വിജയ്ക്ക് ലഭിക്കുമോ എന്നത് വ്യക്തമല്ല. ഏതായാലും നാളെ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്.